Revit MEP മലയാളം ട്യൂട്ടോറിയലിന്റെ 16ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണ ഡയമെൻഷനകത്തുള്ള മറ്റ് ടൂളുകളെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ 3 വീഡിയോകളിലായിട്ട് ഡയമെൻഷനുള്ളിലെ ടൂളുകളെ കുറിച്ചിട്ട് തന്നെയാണ് നമ്മൾ നോക്കി വരുന്നത്. അലൈൻഡ് എന്താണെന്നും അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന കോമൺ സെറ്റിംഗ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കി. ഇനി നമുക്ക് നോക്കേണ്ടത് ലീനർ എന്താണ്, ആംഗുലർ എന്താണ്, റേഡിയൽ എന്താണ്, ഇതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അതിനുവേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മോഡിഫൈ ടാബിനകത്ത് ഡയമെൻഷനുള്ളിൽ അലൈൻഡ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നതാണ് ലൈനർ. ലൈനർ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് മെഷർമെന്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അലൈൻഡ് എന്താണെന്നുള്ളത് നമുക്കറിയാം. അതായത് ഒരു വോളിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയലിന്റെ ഫേസ് ടു ഫേസ് നമുക്ക് മെഷർമെന്റ് എടുക്കാനായിട്ടൊക്കെ സാധിക്കും. എന്നാൽ ലൈനർ അങ്ങനെയല്ല, പോയിന്റ് ടു പോയിന്റ് ആണ് മെഷർമെന്റ് എടുക്കാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ ആർക്കിടെക്ചറിലേക്ക് വന്നു, വോൾ സെലക്ട് ചെയ്തു. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു വോൾ വരയ്ക്കുകയാണ്. ഞാൻ ചരിച്ചൊരു വോൾ വരച്ചു. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു വോൾ വരച്ചു. എനിക്കിപ്പോൾ അലൈൻഡ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പം ഈ ഒരു ഫേസിന്ന് ഈ ഒരു വോളിന്റെ ഫേസ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. എന്നാൽ ഈ ഒരു പോയിന്റിന്ന് ഈ ഒരു പോയിന്റിലുള്ളത് കിട്ടത്തില്ല. അങ്ങനെ പോയിന്റ് ടു പോയിന്റ് കിട്ടണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട ടൂളാണ് ലൈനർ. ലൈനർ എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് കിട്ടും. ഇങ്ങനെ നമുക്ക് മെഷർമെന്റ് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വേറൊരു ടൂൾ ഉള്ളത് ആംഗുലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ എത്ര ആംഗിളിലാണ് ഇതിന് ഉള്ളതെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ 90 ഡിഗ്രിയിലാണ് ഒരു വോൾ ഇങ്ങനെ ക്രോസ് ആയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അലൈനറിനും അതുപോലെ തന്നെ ലൈനറിനും ഒരേ മോഡൽസ് ആണ് വരുന്നത്. നമുക്ക് നോക്കാം. ഞാനിപ്പോൾ അലൈനർ എടുത്തിട്ട് ഇവിടെ ഒരു ഡയമെൻഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ലൈനർ എടുത്തിട്ട് ഇവിടെ ഒരു ഡയമെൻഷൻ കൊടുക്കുകയാണ്. നമുക്കിപ്പോൾ ഇതിന്റെ എഡിറ്റ് ടൈപ്പിലേക്ക് പോകാം. എഡിറ്റ് ടൈപ്പിലേക്ക് പോയതിനു ശേഷം ഞാനിപ്പോൾ ഇതിന്റെ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയത്, ഇവിടെ ടെക്സ്റ്റ് ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ടെക്സ്റ്റ് ഓഫ്സെറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. 1.75 എന്നാണ് കിടക്കുന്നത്. ഇതിനെ ചേഞ്ച് ചെയ്തിട്ട് 2.8 എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ ഓക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, നമ്മൾ ഇതിന്റെ എഡിറ്റ് ഫാമിലിയിലാണ് പോയത്. അതായത് ലൈനറിന്റെ എഡിറ്റ് ഫാമിലിയിലാണ് പോയി ചേഞ്ച് ചെയ്തത്. അപ്പോൾ ഇവിടെ എന്താ ഈ ടെക്സ്റ്റ് ഓഫ്സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈനിൽ നിന്നും ഈ ടെക്സ്റ്റ് എത്ര ദൂരം മാറി നിൽക്കണം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതാണ് നമ്മളിവിടെ 2 something കൊടുത്തത്. നമുക്ക് 0 ആയി നോക്കാം. എഡിറ്റ് ടൈപ്പിലേക്ക് പോയി അതിനുശേഷം ഇവിടെ ടെക്സ്റ്റ് ഓഫ്സെറ്റ് എന്നുള്ളത് 2.8 എന്നുള്ള മാറ്റി 0 ആക്കി കൊടുത്തു. ഓക്കെ, ഇവിടെ ഓക്കെ കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഈ ലൈനോട് ചേർന്നിരിക്കും. അതായത് ഓഫ്സെറ്റ് 0 ആയിട്ടിരിക്കും. ഇവിടെ മാത്രമല്ല മാറിയിട്ടുള്ളത്, നമ്മൾ അലൈനിലും ഇതുപോലെ മാറിയിട്ടുണ്ടാവും. എന്നാൽ നമുക്ക് ഈ ആംഗുലർ എടുത്തിട്ട് ഇവിടെ ഒരു ആംഗുലർ കൊടുത്തു നോക്കാം. ഓക്കെ, ആംഗുലർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ടെക്സ്റ്റിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് നോക്കാം. ഞാൻ എഡിറ്റ് ടൈപ്പിലേക്ക് പോയിട്ട് ഇവിടെ ഇപ്പോൾ ടെക്സ്റ്റ് ഓഫ്സെറ്റ് നമ്മൾ കൊടുക്കാം. ഓക്കെ, ഒരു ടെക്സ്റ്റ് ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഒരു 3.8 എന്ന് കൊടുത്തു. ഓക്കെ എടുത്തപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്, അലൈനിലും അതുപോലെ തന്നെ ലീനിയറിലും ചേഞ്ചസ് വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആംഗുലറിൽ മാറിയിട്ടില്ല. കാരണം എന്താണ്, അലൈനിനും ലീനിയറിനും ഒരേ മോഡൽസ് തന്നെ ഉപയോഗിക്കാൻ നമുക്ക്. ഇതിനകത്ത് എഡിറ്റ് ടൈപ്പിനകത്ത് പോയി എന്തെങ്കിലും ഒരു മാറ്റംസ് വരുത്തി കഴിഞ്ഞാൽ അത് ലീനറിനും അലൈനിനും ഒരേപോലെ ചേഞ്ചസ് വരും. പക്ഷേ ആംഗുലറിന് മാറില്ല. ആംഗുലറിന് മാറണമെങ്കിൽ നമ്മൾ എഡിറ്റ് ടൈപ്പിലേക്ക് ആംഗുലർ സെലക്ട് ചെയ്ത ശേഷം എഡിറ്റ് ടൈപ്പിലേക്ക് പോയിട്ട് ഇവിടെ നമ്മൾ ചേഞ്ചസ് വരുത്തി കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ റേഡിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ ഉണ്ട്. അതുപോലെ ഡയമീറ്റർ ഉണ്ട്, ആർക്ക് ലെങ്ത് ഉണ്ട്. ഇതിനൊക്കെ ഓരോന്നിനും എഡിറ്റ് ടൈപ്പ് ഉണ്ട്. എഡിറ്റ് ടൈപ്പിൽ പോയതിനു ശേഷം നമുക്ക് വേണ്ടുന്ന രീതിക്ക് ചേഞ്ചസ് ഒക്കെ വരുത്താവുന്നതാണ്. പിന്നെ ഇവിടെ ഉള്ളത് റേഡിയൽ ആണ്. റേഡിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഒരു ഹാഫ് സർക്കിളിന്റെ അല്ലെങ്കിൽ സർക്കിളിന്റെ റേഡിയൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വോൾ ഫേസ് ആണോ വോൾ സെന്റർ ആണോ എന്നൊക്കെ ഇവിടെ നമുക്ക് ഓപ്ഷൻ കൊടുക്കാനായിട്ട് കഴിയും. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് വോൾ ഫേസ് ആണ്. ആദ്യം വോൾ ഫേസ്, ഏത് ഫേസിന്റെ റേഡിയലാണ് എടുക്കേണ്ടത് ആ ഫേസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഇവിടെ നമുക്ക് ഇതുപോലെ നമുക്ക് റേഡിയൽ എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ഉള്ളത് ഡയമീറ്റർ ആണ്. ഡയമീറ്റർ ആണെങ്കിൽ ഇപ്പോൾ അതും സെയിം തന്നെയാണ്, നമുക്ക് ഫേസ് ഒക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് കഴിയും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫേസ് കാണിച്ചു കൊടുക്കുക. ഏത് ഫേസ് ആണോ ആ ഫേസിന്റെ റേഡിയലാണ് വരുന്നത്. ഡയമീറ്റർ ആണ് വരുന്നത്. പിന്നെയുള്ളത് ആർക്ക് ലെന്ത് ആണ്. ആർക്ക് ലെന്ത് ആണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആർക്ക് ലെന്ത് സെലക്ട് ചെയ്ത് അതിനുശേഷം ഇവിടെ ഫേസ് കാണിച്ചു കൊടുക്കണം. അതുപോലെ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫേസ് ആണോ വോൾ ഫേസ് ആണോ അതോ ഫേസ് ഓഫ് കോർ ആണോ, അത് ഏതാണെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഫേസ് കാണിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കാണിച്ചു കൊടുക്കണം. ഞാനിവിടെ സ്റ്റാർട്ട് പോയിന്റ് കൊടുത്തു, അതുപോലെ ഇവിടെ എൻഡ് പോയിന്റ് കൊടുത്തു. ഇങ്ങനെ കൊടുക്കുമ്പം ഈ ഒരു ആർക്കിന്റെ ഫുൾ ലെങ്ത് നമുക്ക് ഇവിടെ കിട്ടും. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഈ ഫുൾ ലെങ്ത് അല്ല, ഇപ്പൊ നമുക്ക് ഈ ഒരു ആർക്കിന്റെ ഈ ഒരു പോർഷൻ മുതൽ ഈ ഒരു പോർഷൻ വരെ മതിയെങ്കിൽ നമുക്ക് ആ
അത് കാണിച്ചു കൊടുക്കാനായിട്ട് കഴിയും. അതിന് വേണ്ടിയിട്ട് ആർക്കിടെക്ചറിലേക്ക് വന്നതിന് ശേഷം ഇവിടെ മോഡൽ ലൈൻ എടുക്കാം. ഇവിടെ ലൈൻ എടുത്തിട്ട് എനിക്ക് ഈ ഒരു ആർക്കിന്റെ ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള ആർക്ക് ലെന്ത് ആണ് എനിക്ക് അറിയേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ആർക്ക് ലെങ്ത് എടുക്കണം. ആർക്ക് ലെങ്ത് എടുത്തിട്ട് സ്റ്റാർട്ടിങ് ആദ്യം വോൾ ഫേസ് കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുത്തതിന് ശേഷം സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതിനുശേഷം എൻഡിങ് പോയിന്റ് കാണിച്ചു കൊടുക്കണം. എൻഡിങ് പോയിന്റ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മുതൽ എൻഡ് വരെയുള്ള ആർക്ക് ലെങ്ത് ഇവിടെ കാണും. അടുത്തായിട്ട് പിന്നെയുള്ളൊരു ടൂളാണ് സ്പോട്ട് എലിവേഷൻ. സ്പോട്ട് എലിവേഷൻ എന്താണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആർക്കിടെക്ചറിലേക്ക് പോയതിനു ശേഷം ഇവിടെ ഫ്ലോർ എടുക്കാം. ഫ്ലോർ എടുത്തിട്ട് ഇവിടെ ഒരു ഫ്ലോർ വരച്ചെടുക്കാം. ഈ ഫ്ലോർ വരച്ചിട്ട് അത് കഴിഞ്ഞ് മോഡിഫൈഡ് ടാബിനകത്ത് ഇവിടെ ഡയമെൻഷനുള്ളിൽ നമുക്ക് സ്പോട്ട് എലിവേഷൻ എടുക്കാം. സ്പോട്ട് എലിവേഷൻ എടുത്ത ശേഷം ഈ ഒരു ഫ്ലോറിന്റെ ഹൈറ്റ് ആണ് എടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു ഫ്ലോറിന്റെ ഏതെങ്കിലും ഒരു സെന്ററിലോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഒരു സൈഡിലേക്ക് വന്നതിന് ശേഷം ആദ്യം ഒരു ക്ലിക്ക് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ക്ലിക്ക്. അതായത് ടോട്ടൽ 3 ക്ലിക്ക് കൊടുക്കും ഈ ഒരു ഫ്ലോറിന്റെ ഹൈറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഇതിപ്പോൾ 0 ഹൈറ്റിലാണ് ഇരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പൊ ഈ ഒരു ഫ്ലോറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലോറിന്റെ ഡീറ്റെയിൽ അവിടെ വരും. ഇപ്പൊ ലെവൽ 1 ഹൈറ്റ് ഓഫ്സെറ്റ് എന്ന് പറയാൻ 0 ആണ്. നമുക്ക് ഇവിടെ ഒരു 200 കൊടുക്കാം. ഇവിടെ ഓഫ്സെറ്റ് 200 കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെയും 200 എന്ന് കാണിക്കും. കാരണം എന്താണ്, ഈ സ്പോട്ട് എലിവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലോറിന്റെ ഹൈറ്റ് എത്രയെന്നാണ് കാണിച്ചിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കണ്ടീഷൻ കൊടുക്കാനായിട്ട് പറ്റും. എന്തൊക്കെയാണ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോപ്പ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്ലോറിന്റെ ടോപ്പിന്റെ ഹൈറ്റ് എത്രയാണെന്നുള്ളതാണ് കിട്ടുന്നത്. അതാണ് നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഫ്ലോറിന്റെ ബോട്ടം ആണ് കിട്ടേണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു കണ്ടീഷൻ കൊടുക്കാൻ പറ്റും. ബോട്ടം എലിവേഷൻ എന്നുള്ള കണ്ടീഷൻ കൊടുക്കാൻ പറ്റും. ഇവിടെ ബോട്ടം എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ്. എന്താണ് ഈ 50 എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫ്ലോറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈറ്റ് അല്ല, വിഡ്ത്ത് എന്ന് പറയുന്നത് 150 mm ആണ്. ഓക്കെ, നമ്മൾ ഈ ഫ്ലോർ ഹൈറ്റ്, ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 200 ആണ്. അതായത് ഈ 200-ൽ നിന്നും 150 മൈനസ് ചെയ്യപ്പം പിന്നെ വരുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 50 ആണ്. ഓക്കെ, അതുപോലെ തന്നെ വീണ്ടും നമുക്ക് ഇവിടെ കണ്ടീഷൻ കൊടുക്കാനായിട്ട് പറ്റും. ടോപ്പ് ആൻഡ് ബോട്ടം എലിവേഷൻ നമുക്ക് 2 ഹൈറ്റും ഒറ്റ സ്ട്രക്ചറിൽ തന്നെ കിട്ടും. ഓക്കെ, ടോപ്പും കിട്ടും, ബോട്ടവും കിട്ടും. അടുത്തായിട്ട് പിന്നെ ഉള്ളത് സ്പോട്ട് കോർഡിനേറ്റ്. സ്പോട്ട് കോർഡിനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റിനകത്ത് ഒരു പോയിന്റ് ഉണ്ടാവും. ആ ഒരു പോയിന്റിൽ നിന്ന് എത്ര മാറിയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റെ കോർണർ നിൽക്കുന്നത്, അതാണ് ഇവിടെ കാണിച്ചിരുന്നത്. ഓക്കെ, അടുത്തായിട്ട് പിന്നെ ഉള്ളത് സ്പോട്ട് സ്ലോപ്പ്. സ്പോട്ട് സ്ലോപ്പ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതൊരു ഫ്ലോർ ആണ്. ഈ ഒരു ഫ്ലോർ ഇപ്പൊ ഇവിടെ സ്ലോപ്പ് ഒന്നും കാണിക്കുന്നില്ലെന്നാണ് പറയുന്നത്. നമുക്ക് ഈ ഒരു ഫ്ലോറിന് നമുക്കൊരു സ്ലോപ്പ് കൊടുക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫ്ലോറിനെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷം എഡിറ്റ് ബൗണ്ടറി കൊടുത്തു. ഇവിടെ സ്ലോപ്പ് ആരോ കൊടുത്തു, സ്ലോപ്പ് ഇവിടെ കൊടുത്തു. ഓക്കെ, ടിക്ക് മാർക്കും കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞ് സ്പോട്ട് സ്ലോപ്പ് കൊടുത്തു. സ്ലോപ്പ് ഇവിടെ കൊടുക്കുമ്പം ഇതിലിപ്പോൾ സ്ലോപ്പ് ഉള്ളതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഈ സ്പോട്ട് സ്ലോപ്പിനകത്ത് ഡിഫോൾട്ട് ആയിട്ടുള്ളൊരു യൂണിറ്റ്സ് ആണ് ഈ കാണിച്ചിരുന്നത്. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ടൈപ്പിലേക്ക് പോയാൽ മതി. ഇവിടെ ടെക്സ്റ്റിനകത്ത് യൂണിറ്റ്സ് ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഫോർമാറ്റാണ്. ഈ ഫോർമാറ്റ് നമുക്ക് ചെയ്യിച്ചിട്ട് ഇവിടെ 1:2 റേഷ്യോ എന്ന് പറയുന്ന ഫോർമാറ്റ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കാം. ഇവിടെ അപ്ലോഡ് കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 52 എന്ന് പറയുന്നൊരു യൂണിറ്റ്സ് ആണ് കാണിക്കുന്നത്. നമുക്ക് ഇതിനെ 1:2 റേഷ്യോ എന്നുള്ള രീതിയിലേക്ക് മാറ്റാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എഡിറ്റിലേക്ക് വന്നു. എഡിറ്റ് ടൈപ്പിലേക്ക് വന്നതിന് ശേഷം യൂണിറ്റ് ഫോർമാറ്റ് തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം 1:2 എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുത്തു ഓക്കെ കൊടുത്തു. ഇവിടെ ഓക്കെ കൊടുത്തു. അപ്പോൾ 1:5:2 ഈ ഒരു രീതിയിൽ യൂണിറ്റ്സ് സെറ്റായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഈ സ്ലോപ്പിന്റെ റേഷ്യോ കാണിച്ചു തരിക മാത്രമല്ല ചെയ്യുന്നത്, ഏത് സൈഡിലേക്കാണ് സ്ലോപ്പ് എന്ന് വരെ കാണിച്ചിരുന്നുണ്ട്, ഒരു ആരോയുടെ രീതിയിൽ കാണിച്ചിരുന്നു. ഓക്കെ.